السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെ നമ്മെ അറിയിച്ചു, വഖലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ വിഷയം സന്തുഷ്ട കുടുംബം എന്നതാണ്. കുടുംബം എന്നത്, ദാമ്പത്യ ജീവിതം എന്നത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ശരീരത്തിലെ ഹൃദയം പോലെയാണ്. നമുക്കറിയാം, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ആ മാംസകഷ്ണം അത് നന്നായാൽ ശരീരം മുഴുവനും നന്നായി എന്നതാണ്. അതെങ്ങാനും മോശമായാൽ ശരീരം മുഴുവനും മോശമായി പോയി എന്നതുപോലെയാണ് ദാമ്പത്യ ജീവിതം, കുടുംബം എന്നത്. അത് നന്നായാൽ നമ്മുടെ ജീവിതവും നമ്മുടെ വീടും നമ്മുടെ നാടും നന്നായി തീരും. അതെങ്ങാനും ഫസാദായി പോയാൽ മേൽപ്പറഞ്ഞതെല്ലാം തകർന്നു പോവും എന്നതാണ്. വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം എന്നത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തമായി കൊണ്ട് നമ്മെ അറിയിച്ച കാര്യമാണ്. സൂറത്തു റൂമിൽ നമുക്ക് കാണാം, അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ നിരവധി ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നതിനിടയിലാണ് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ എന്ന് നമ്മെ അറിയിച്ചത്. അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെയും സൃഷ്ടിച്ചിരിക്കുന്നു. എന്തിനാണ് സഹോദരങ്ങളെ അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ സൃഷ്ടിച്ചത്? തുടർന്ന് അല്ലാഹു അറിയിക്കുന്നു, ലിതസ്കുനു ഇലൈഹ, ആ ഇണയിലേക്ക് സമാധാനമടയാൻ വേണ്ടിയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ, ദമ്പതികൾക്കിടയിൽ, ഭാര്യ ഭർത്താവിനിടയിൽ സ്നേഹവും കാരുണ്യവും അല്ലാഹു നിശ്ചയിച്ചു നൽകിയിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ഈ മഹത്തായ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മെ ഇണകളാക്കി സൃഷ്ടിച്ചു, എന്നിട്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇണയിലേക്ക് സമാധാനമടയാൻ, പരസ്പരം സ്നേഹവും കാരുണ്യവും അല്ലാഹു നിശ്ചയിച്ചു തന്നിരിക്കുന്നു. വിവാഹം എന്നത്, ദാമ്പത്യ ജീവിതം എന്നത് ശരീരത്തിന് സമാധാനമാണ്, മനസ്സിന് സന്തോഷമാണ്, ആനന്ദമാണ്, ലൈംഗിക അവയവങ്ങൾക്ക് സംരക്ഷണമാണ്, അഭിമാനം അത് സംരക്ഷിക്കും, കണ്ണുകൾ താഴ്ത്താൻ അത് സഹായിക്കും, വ്യക്തിജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ വലിയ ഗുണം, പ്രയോജനം അത് നൽകും. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ അവിടുത്തെ ഉമ്മത്തിന്റെ കാര്യത്തിൽ മറ്റുള്ള നബിമാർക്കിടയിൽ പെരുമ പറയും, അഥവാ അവിടുത്തെ ഉമ്മത്തിനെ വർദ്ധിപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു.
സഹോദരങ്ങളെ, വിവാഹബന്ധം, ദാമ്പത്യം, കുടുംബം എന്നത് വലിയ ഉത്തരവാദിത്തമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹിതരാവാത്ത ആളുകളെ വിവാഹം ചെയ്യിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം. വഅൻകിഹുൽ അയാമ മിൻകും വസ്സാലിഹീന മിൻ ഇബാദികും വഇമാഇകും ഇൻ യകൂനൂ ഫുഖറാഅ യുഗ്നിഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം. സൂറത്തു നൂറിൽ നമുക്ക് കാണാം. അഥവാ ഉത്തരവാദിത്തമുള്ള വലിയകളായ ആളുകളോട് അല്ലാഹു കൽപ്പിക്കുകയാണ്, നിങ്ങളുടെ കീഴിലുള്ള ആളുകളെ നിങ്ങൾ വിവാഹം ചെയ്യിപ്പിക്കുക. അവർ ദരിദ്രരാണെങ്കിൽ, സാമ്പത്തികമാണോ പ്രശ്നം, അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് അവർക്ക് ധന്യത നൽകും. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഔദാര്യം, കാരുണ്യം അത് വിശാലമാക്കി നൽകുന്നവനാണ്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ആർക്കാണ് ഖൈറ് വേണ്ടത്, ആർക്കാണ് നന്മ യോജിക്കുന്നത്, ആർക്കാണ് എന്തൊക്കെ നൽകേണ്ടത് എന്ന് കൃത്യമായി അറിയുന്നവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യമാണിത്. സഹോദരങ്ങളെ, ഇസ്ലാം വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്ന ഒരു കാര്യമാണ് വിവാഹ ബന്ധം, ദാമ്പത്യ ജീവിതം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്താണത്. അതല്ല, അമ്പിയാക്കളുടെ മുഴുവനും ചര്യയാണ്, സുന്നത്താണത്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഒരാളുടെ അടുക്കലേക്ക് മൂന്നാളുകൾ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ അത് കേട്ടപ്പോൾ അവർക്ക് തോന്നി അവരുടെ ഇബാദത്തുകൾ ഇത് വെച്ചു നോക്കുമ്പോൾ വളരെ തുലവും തുച്ഛമാണ്. അങ്ങനെ അവർ തീരുമാനിച്ചു, ഒരാൾ ഇനി ഞാൻ രാത്രി ഉറങ്ങുകയില്ല, രാത്രി നിസ്കരിക്കും. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി വർഷം മുഴുവനും നോമ്പെടുക്കാൻ തീരുമാനിച്ചു. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി വിവാഹം ചെയ്യുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിഞ്ഞപ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇപ്രകാരം ഇന്ന ഇന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തിയത്? എന്നിട്ട് അവരോട് പറഞ്ഞു, അമാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹ് വഅത്ഖാകും ലഹു, തീർച്ചയായും അല്ലാഹുവിനെ ഏറ്റവും നന്നായി ഭയക്കുകയും അവനെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ലാകിന്നി അസൂമു വഉഫ്തിർ, ഞാൻ നോമ്പെടുക്കാറുണ്ട്, നോമ്പ് ഉപേക്ഷിക്കാറുമുണ്ട്. വഉസല്ലി വഅർഖുദ്, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുമുണ്ട്. വഅതസവ്വജു അന്നിസാഅ, ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവസാനം അവിടുന്ന് പറഞ്ഞു, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരാണോ എന്റെ സുന്നത്തിനോട് വിമുഖത കാണിക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല. സഹോദരങ്ങളെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണിത്. അല്ലാഹു പറഞ്ഞു അമ്പിയാക്കളെ കുറിച്ച്, വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക്, നബിയെ താങ്കൾക്ക് മുമ്പ് നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, അവർക്ക് നാം ഭാര്യമാരെയും സന്താനങ്ങളെയും നൽകുകയും ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുവാക്കളെ, യുവ സമൂഹത്തെ വിളിച്ചു പറഞ്ഞ ഹദീസ് പ്രസിദ്ധമാണ്. യാ മഅശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ ആർക്കാണോ ലൈംഗിക ശേഷിയുള്ളത് അവൻ വിവാഹം ചെയ്തു കൊള്ളട്ടെ. ഫഇന്നഹു അഗളു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, അതാണ് കണ്ണുകൾ താഴ്ത്താൻ, നിങ്ങളുടെ ഗുഹ്യാവയവം സംരക്ഷിക്കാൻ ഏറ്റവും നല്ലത്. വമൻ ലം യസ്തതി, ആർക്കാണോ അതിന് സാധിക്കാത്തത്, ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു ലഹു വിജാ, ആ നോമ്പ് അവന് തിന്മകളിൽ നിന്നുള്ള സംരക്ഷണമാണ്, പരിചയാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ തസവ്വജൽ അബ്ദു ഫഖദ് ഇസ്തക്മല നിസ്ഫദ്ദീൻ ഫല്യത്തഖില്ലാഹ ഫിന്നിസ്ഫിൽ ബാഖി, ഒരടിമ വിവാഹം ചെയ്താൽ അവൻ അവന്റെ ദീനിന്റെ പകുതി പൂർത്തീകരിച്ചിരിക്കുന്നു. ബാക്കിയുള്ള പകുതിയുടെ കാര്യത്തിൽ അവൻ അല്ലാഹുവിനെ സൂക്ഷിക്കട്ടെ. സഹോദരങ്ങളെ,
വിവാഹവുമായി ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ധാരാളക്കണക്കിന് തെളിവുകൾ പരിശുദ്ധ ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന്റെ പ്രാധാന്യം, ദാമ്പത്യ ജീവിതത്തിന്റെ പ്രാധാന്യം എന്തുമാത്രം വലുതാണ് എന്ന ആമുഖം നമ്മൾ തിരിച്ചറിയുക. ഇനി സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതം എന്നത് സുദീർഘമായ ഒരു കാര്യമാണ്, മഹത്തായ ഒരു കാര്യമാണ്. ഇത് എന്നേക്കാൾ പ്രായമുള്ള ഒരുപാട് ആളുകൾ സദസ്സിലുണ്ട്. അവർക്കറിയാവുന്നതാണ് ദാമ്പത്യ ജീവിതം എന്നത്, വിവാഹ ജീവിതം എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്, സുദീർഘമായ. എത്രത്തോളം എന്നാൽ കണ്ണെത്താ ദൂരത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു കാര്യം പോലെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാത്രമല്ല, ഇഹലോകത്തും പരലോകത്തും നമ്മെ ബാധിക്കുന്ന കാര്യമാണ് വിവാഹം, ദാമ്പത്യ ജീവിതം, ഭാര്യ, മക്കൾ, ഈ പറഞ്ഞതെല്ലാം. കേവലം ദുനിയാവിൽ ഇണകളായി ജീവിച്ച് അങ്ങനെ കഴിഞ്ഞു പോവുകയില്ല. മറിച്ച് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിധിവിലക്കുകൾ, ഒരുപാട് നിയമങ്ങൾ ദുനിയാവിലുണ്ട്, അതിനുശേഷം പരലോകത്തുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, ഈ പറഞ്ഞ വൈവാഹിക ജീവിതം, ദാമ്പത്യ ജീവിതം എങ്ങനെ നമുക്ക് സന്തുഷ്ടമാക്കാം? നമ്മൾ ഓരോരുത്തരും, എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നല്ല ഒരു കുടുംബം, നല്ല ഒരു ദാമ്പത്യ ജീവിതം. പ്രത്യേകിച്ച് വിവാഹം കാത്തു നിൽക്കുന്ന ആളുകൾ ഒരുപാട് സ്വപ്നം കാണാറുണ്ട്. പുതിയ ദമ്പതികൾ പല സ്വപ്നങ്ങളും കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഇനി വിവാഹങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാലും ദാമ്പത്യ ജീവിതത്തിനിടയിലുള്ള കല്ലുകടികൾ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കാം, എന്താണ് നമ്മുടെ ജീവിതം നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോവാൻ സഹായിക്കുന്ന ഘടകങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് എന്നോടെന്നതുപോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, ദാമ്പത്യ ജീവിതം സന്തുഷ്ടമാവാൻ, സന്തോഷകരമാവാൻ, കൺകുളിർമയാവാൻ നമ്മൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ അത് മുറുകെ പിടിക്കുക എന്നതാണ്. പരിശുദ്ധ ദീൻ ഇസ്ലാം അത് മുറുകെ പിടിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. അതിലാണ് എല്ലാ സന്തോഷവും, അതിലാണ് എല്ലാ ആഹ്ലാദവും, അതിലാണ് എല്ലാ സമാധാനവും അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, വിവാഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെല്ലാം ദീനിന് പ്രാധാന്യം നൽകിയതായി നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, ഒരു പെണ്ണ് 4 കാര്യങ്ങൾക്ക് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ലിമാലിഹ വലിഹസബിഹ വലിജമാലിഹ വലിദീനിഹ. സമ്പത്ത് നോക്കിക്കൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്, തറവാടിത്തം നോക്കിക്കൊണ്ട് വിവാഹം ചെയ്യപ്പെടാറുണ്ട്, സൗന്ദര്യം നോക്കാറുണ്ട്, ദീനും പരിഗണിക്കാറുണ്ട്. ഫൽഫർ ബിദാത്തിദ്ദീൻ തരിബത് യദാക, നീ ഒരൽപ്പം പ്രയാസപ്പെട്ടാലും ശരി ദീനുള്ളവളെ നീ കരസ്ഥമാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ, ദീൻ അതാണ് പരിഗണിക്കാൻ പറഞ്ഞത്. മറ്റുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നതിന്റെ ഒന്നാമതായി ദീനാണ് പരിഗണിക്കേണ്ടത്. അതാണ് രക്ഷ നൽകുക. ബാക്കിയെല്ലാം ഉണ്ട്. ഈ പറഞ്ഞതില്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും, പ്രയാസം അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്ക് കാണാം. ഇത് പെണ്ണിന്റെ കാര്യത്തിലാണ്. ഇനി ഒരു വരന്റെ, ഒരു പുരുഷന്റെ കാര്യത്തിലാണെങ്കിലോ പിതാക്കളോട്, ഉപ്പമാരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു. നിങ്ങളുടെ അടുക്കലേക്ക് ദീനും സ്വഭാവവുമുള്ള ഒരാൾ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചു വന്നാൽ ഫസവ്വിജൂഹു, നിങ്ങൾ അയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക. ഇല്ലാ തഫഅലു തകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭൂമിയിൽ ഫിത്നകൾ, പരീക്ഷണങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടാകും. നോക്കൂ, അവിടെ പരിഗണിക്കാൻ പറഞ്ഞത് 2 കാര്യങ്ങളാണ്.
ദീനും ഖുലുഖും, സൽസ്വഭാവമുണ്ടായിരിക്കണം, ദീനും ഉണ്ടായിരിക്കണം. സഹോദരങ്ങളെ, ഇത് രണ്ടുമില്ലെങ്കിൽ, അതല്ലെങ്കിൽ ദീനില്ലെങ്കിൽ മറ്റുള്ള എന്തുണ്ടായിട്ടും പ്രയോജനമുണ്ടാവുകയില്ല എന്നതാണ് വസ്തുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിൽ ചിലർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ സമ്പാദിക്കുന്ന സമ്പത്തിൽ ഏറ്റവും നല്ലത് ഏതാണ്? എന്താണ് നമ്മൾ സമ്പാദിക്കേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ശാകിറൻ വലിസാനൻ ദാകിറൻ വസൗജതൻ മുഅ്മിന തുഈനു അഹദകും അലാ അംറിൽ ആഖിറ. നന്ദിയുള്ള ഹൃദയം, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന നാവ്, പരലോകത്തിന്റെ കാര്യത്തിൽ നിങ്ങളിൽ ഒരാളെ സഹായിക്കുന്ന വിശ്വാസിനിയായ ദീനുള്ള മുഅ്മിനത്തായ ഭാര്യ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സ്ത്രീകളെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു, അദ്ദുന്യാ മതാ, ദുനിയാവെന്നത് വിഭവങ്ങളാണ്. വഖൈറു മതാഇദ് ദുനിയാ അൽ മർഅതു സാലിഹ, ദുനിയാവിലെ കണ്ണഞ്ചിപ്പിക്കുന്ന ധാരാളക്കണക്കിന് വിഭവങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഉത്തമമായത്, ഏറ്റവും നല്ലത് സാലിഹത്തായ പെണ്ണാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, ദീനുള്ള, വിശ്വാസമുള്ള, തൗഹീദുള്ള, ആദർശമുള്ള അങ്ങനെയുള്ള പെണ്ണാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഒരിക്കൽ അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, എന്റെ മകളെ ഒരുപാട് ആളുകൾ വിവാഹമാലോചന നടത്തിയിരിക്കുന്നു, ഞാൻ ആർക്കാണ് വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, സവ്വിജ്ഹാ മൻ യഖാഫുല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന അഥവാ ദീനുള്ള അങ്ങനെയുള്ള ഒരാൾക്ക് നീ വിവാഹം ചെയ്തു കൊടുക്കുക. ഫഇൻ അഹബ്ബഹാ അക്രമഹാ, അയാൾ അവളെ സ്നേഹിക്കുന്ന സമയത്ത് അഥവാ സ്നേഹമുണ്ടാകുന്ന സമയത്ത്, നല്ല സമയത്ത് അവളെ ആദരിക്കും. വഇൻ അബ്ഗളഹാ, അല്ലാഹുവിനെ ഭയക്കുന്ന മുഅ്മിനായ ഒരു പുരുഷൻ, ഒരു ഭർത്താവ്, അയാൾക്ക് വല്ല ദേഷ്യവും വന്നാൽ ലം യദ്ലിംഹാ, തന്റെ മകളോട് അവൻ അതിക്രമം കാണിക്കുകയില്ല. അതുകൊണ്ട് നീ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞുകൊടുത്തു. സഹോദരങ്ങളെ, ദീൻ പരിഗണിക്കണം എന്നതിന്, അതല്ല ദീനാണ് പരിഗണിക്കേണ്ടത് എന്നതിന് എത്രയോ തെളിവുകൾ നമുക്ക് കാണാം. ഇത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീന് നോക്കാതെ സമ്പത്തും അധികാരവും അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കി വിവാഹം ചെയ്തു കൊടുത്ത് പിന്നീട് തൗഹീദുള്ള, ആദർശമുള്ള, ശിർക്ക് അതിന്റെ ലാഞ്ചന പോലും ജീവിതത്തിൽ ഇല്ലാതിരുന്ന അങ്ങനെയുള്ള മക്കൾ പിന്നീട് അതിന്റെ ആളുകളായി മാറിയ എത്രയെത്ര ദയനീയമായ കഥകളുണ്ട്. ഓരോ രക്ഷിതാക്കളും ഓരോ സഹോദരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീൻ അത് പാലിക്കണം, ദീൻ അത് മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് സന്തുഷ്ട കുടുംബത്തിന്റെ ഒന്നാമത്തെ അടിത്തറ. ഇത് സഹോദരങ്ങളെ, വരാനിരിക്കുന്ന വിവാഹിതനാവാൻ പോകുന്ന ആളുകളാണെങ്കിൽ, വിവാഹം ചെയ്ത ആളുകൾ, നമ്മെപ്പോലെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ ദീൻ അതുണ്ടാവാൻ നമ്മൾ പരിശ്രമിക്കുക. ദീനില്ലാതെ മറ്റെന്ത് നൽകിയിട്ടും, മറ്റ് എന്ത് കാര്യങ്ങൾ കൊണ്ട് വീട് അലങ്കരിച്ചിട്ടും ഈ പറഞ്ഞ സന്തുഷ്ട കുടുംബത്തിന്റെ ആളാവാൻ നമുക്ക് സാധിക്കുകയില്ല. ദീനാണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. അതുണ്ടെങ്കിൽ മാത്രമേ സന്തോഷവും സമാധാനവും ആഹ്ലാദവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ ദീൻ അത് പാലിച്ചുകൊണ്ട് ജീവിച്ചു മരിച്ചാൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതുപോലെ വല്ലദീന സബറു ബിതിഗാഅ വജ്ഹി റബ്ബിഹിം വഅഖാമുസ് സ്വലാത വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയതൻ യദ്റഊന ബിൽ ഹസനതി സയ്യിഅ ഉലൈക ലഹും ഉഖ്ബദ്ദാർ. ആരാണോ തങ്ങളുടെ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ക്ഷമ കൈക്കൊള്ളുന്നത്, ഇഹലോകത്ത് ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹു വിരോധിച്ചതിൽ നിന്ന് മാറി നിൽക്കാൻ, അള്ളാഹുവിന്റെ വിധി തീരുമാനങ്ങളിൽ അങ്ങനെ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, 5 നേരത്തെ നിസ്കാരങ്ങൾ നിലനിർത്തുന്ന ആളുകൾ,
അള്ളാഹു നൽകിയതിൽ നിന്ന് ചിലവഴിക്കുന്ന ആളുകൾ രഹസ്യവും പരസ്യവുമായി, അതുപോലെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന ആളുകൾ, അവർക്കാകുന്നു ഏറ്റവും നല്ല പര്യവസാനം. ജന്നാതു അദ്നി യദ്ഖുലൂനഹാ, അവരെ അല്ലാഹു റബ്ബുൽ ആലമീൻ അദ്ൻ എന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, അവരുടെ ഇണകളിൽ നിന്ന്, അവരുടെ സന്താനങ്ങളിൽ നിന്ന് നന്മയുള്ള ഈമാനുള്ള അങ്ങനെയുള്ള ആളുകളെയും അല്ലാഹു റബ്ബുൽ ആലമീൻ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. വൽമലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. അല്ലാഹുവിന്റെ മലക്കുകൾ എല്ലാ വാതിലുകളിലൂടെയും നിങ്ങൾക്ക് സമാധാനമെന്ന് അഭിസംബോധന ചെയ്ത് അവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കും. അതെത്ര നല്ല ഭവനമാണ് സ്വർഗം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ദുനിയാവിൽ ദീൻ പാലിച്ച് ജീവിതവും നമ്മുടെ വീടും കുടുംബവും ദീനിന്റെ അടിത്തറയിൽ പാകപ്പെടുത്തി അങ്ങനെ അതിൽ വളർത്തിക്കൊണ്ടുവന്നാൽ അത്തരം ആളുകൾക്കാണ് ഏറ്റവും നല്ല ഭവനം സ്വർഗമെന്ന് അല്ലാഹു അറിയിക്കുകയാണ്. സന്തുഷ്ട കുടുംബമെന്ന് പറഞ്ഞാൽ ദീനുള്ള, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന അങ്ങനെയുള്ള ഒരു കുടുംബമാണ്. അതാണ് അടിത്തറ, അതാണ് അടിത്തറ. അതിന് സഹോദരങ്ങളെ സഹായിക്കുന്ന പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ കാര്യമാണ്, അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്ന ഒരു ശീലം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹുവിന്റെ ദീൻ കേൾക്കുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാക്കി കൊടുക്കുക. നമ്മൾ തന്നെ വീട്ടിൽ കയറിയാൽ ഇത് ഓണാക്കും, പിന്നെ നമ്മളിങ്ങനെ മുകളിലോട്ടും താഴോട്ടും വലിക്കുകയാണ്. പിന്നിലും വലതുഭാഗത്തും ഇടതുഭാഗത്തും 2-3 തലകളുണ്ടാവും മക്കളുടെ. ഭാര്യമാർ കേൾക്കുന്നുണ്ടാകും, ഇതാണ് അവർ കേൾക്കുക. ഇങ്ങനെ സോഷ്യൽ മീഡിയകളിൽ സഹോദരങ്ങളെ, അതിനു പകരം അള്ളാഹുവിന്റെ ദീൻ അവർ കേൾപ്പിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവരെ കൊണ്ടുപോവുക, അവരെ കേൾപ്പിക്കുക, പഠിപ്പിക്കുക, പഠിച്ചോ എന്ന് അന്വേഷിക്കുക. ജീവിതം അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രമിച്ചാൽ ഏറ്റവും നല്ല കൺകുളിർമയുള്ള ദാമ്പത്യ ജീവിതം അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു അത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം അത് ഏറ്റവും നല്ല സന്തുഷ്ട കുടുംബമാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സ്വഭാവം എന്നത്. അള്ളാഹു പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങളുടെ ഭാര്യമാരോട്, ഇണകളോട് നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറുക, നല്ലത് അവർക്ക് ചെയ്യുക. അത് നിങ്ങളുടെ വാക്കുകളിലായാലും നിങ്ങളുടെ പ്രവൃത്തികളിലായാലും ഏത് കാര്യങ്ങളായാലും നല്ല രൂപത്തിൽ അവരോട് നിങ്ങൾ വർത്തിക്കുക. അതേപോലെ തന്നെ സ്ത്രീകളോടും, സ്ത്രീകൾക്കും പുരുഷന്മാരോട്, ഭർത്താക്കന്മാരോട് നന്മ ചെയ്യാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ കൽപ്പിച്ചിട്ടുണ്ട്. വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്താക്കന്മാരോട് അല്ലാഹു കൽപ്പിച്ച കാര്യമാണ്. സഹോദരങ്ങളെ, രണ്ടുപേർക്കുമുള്ള ബാധ്യതയാണ്. ഭാര്യയും ഭർത്താവും സൽസ്വഭാവം സ്വീകരിക്കുക എന്നത് ദാമ്പത്യം നന്നാവാൻ സഹായിക്കുന്ന കാര്യമാണ്. ഈ ഒരു കാര്യം ഇതില്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യം മാത്രമല്ല, നമ്മുടെ ജീവിതം തന്നെ താറുമാറാകും എന്നതിൽ യാതൊരു സംശയവും വേണ്ടതില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽസ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ ഹദീസുകൾ ധാരാളമാണ്. ഇന്ന മിൻ ഖിയാരിക്കും അഹ്സനക്കും അഖ്ലാഖ, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളിൽ ഏറ്റവും സൽസ്വഭാവമുള്ള ആളുകളാണ്. മറ്റൊരു ഹദീസിൽ പ്രത്യേകം കുടുംബത്തെ, സ്ത്രീകളെ, ഭാര്യമാരെ എടുത്തു പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കേട്ട ഹദീസ് പൊതുവായി സൽസ്വഭാവം സ്വീകരിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ്. വേറെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ അവരുടെ കുടുംബത്തോട് നല്ല രൂപത്തിൽ വർത്തിക്കുന്നവരാണ്. വഅന ഖൈറുക്കും ലിഅഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി വർത്തിക്കുന്ന ആളാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ്.
സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞത് ശ്രദ്ധിച്ചാലും രണ്ടാമത്തെ കാര്യത്തിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ ഭാര്യമാരോട് നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ നമ്മൾ പരിശ്രമിക്കണം. പണ്ഡിതന്മാർ സൂചിപ്പിച്ചതുപോലെ നമ്മിൽ പലരും പുറത്തിറങ്ങിയാൽ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് കാലുവെച്ചാൽ നമ്മേക്കാൾ നല്ല സൽസ്വഭാവമുള്ള നല്ല സംസാരമുള്ള വേറൊരാളെയും കാണാൻ സാധിക്കുകയില്ല. ആളുകളോട് സംസാരിക്കും, മസ്ജിദിലെത്തി നല്ല രൂപത്തിൽ പെരുമാറും, എല്ലാറ്റിലും മുൻപന്തിയിലായിരിക്കും. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ പോയ ആളായിരിക്കുകയില്ല തിരിച്ചു വന്നത്. എത്രത്തോളം എന്നാൽ അയച്ചുവിട്ട സിംഹത്തെ പോലെയാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അവിടെ തല്ലി, ഇവിടെ അടിച്ച്, അവിടെ പൊട്ടിച്ച് പ്രശ്നവും കുലുമാലുമായിരിക്കും. സഹോദരങ്ങളെ, ഇത് ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഏറ്റവും നല്ലവർ ഭാര്യമാരോട് കുടുംബത്തോട് നല്ല നിലക്ക് പെരുമാറുന്നവരാണ്. നമ്മൾ പുറത്ത് എത്ര നല്ല ആളുകളായിട്ടും കാര്യമുണ്ടോ? ചിന്തിച്ചു നോക്കുക. അവനവന്റെ കുടുംബത്തിൽ ഭാര്യമാരോട്, ഒരുമിച്ച് കിടക്കുന്ന ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറാൻ അറിയില്ലെങ്കിൽ ലോകത്ത് മറ്റുള്ള ആരോട് നന്നായി പെരുമാറിയിട്ടും എന്ത് കാര്യമാണുള്ളത്? ആ ഭാര്യ നമ്മിൽ നിന്നും എന്ത് നന്മയാണ് ഉൾക്കൊള്ളുക? ഇത് കാണുന്ന മക്കൾ എന്താണ് ഇത്തരത്തിലുള്ള വാപ്പമാരെ കുറിച്ച്, ഉപ്പമാരെ കുറിച്ച് പഠിച്ചു വെക്കുക? ചെറിയ പ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ കൊള്ളരുതാത്ത മോശപ്പെട്ട സ്വഭാവം കണ്ടു വളരുന്ന മക്കൾ എങ്ങനെയാണ് അവർ വളരുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊതുവെ എല്ലാ സന്ദർഭത്തിലും നമ്മുടെ സ്വഭാവം നന്നാക്കാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ശ്രദ്ധിക്കണം. അതുപോലെ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബത്തോട്, അവരോടാണ് നമ്മൾ ആദ്യം നല്ല രൂപത്തിൽ പെരുമാറേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറിയ ആളാണ്. നമ്മൾ ഹദീസ് കേട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞ മനോഹരമായ ഒരു സംഭവം നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ ഒരു യാത്ര പോവുകയുണ്ടായി. അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള ആളായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളവരോട്, സഹാബത്തിനോട് പറഞ്ഞു, മുന്നോട്ട് ഗമിക്കുക, മുന്നോട്ട് നടക്കുക. അവരെല്ലാവരെയും മുന്നോട്ട് പറഞ്ഞയച്ചു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, തആലൈ ഹത്താ ഉസാബിഖകി, ആയിഷ വരൂ, നമുക്ക് ഓട്ട മത്സരം നടത്താം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫസബഖ്തുഹു. അങ്ങനെ നമ്മൾ ഓട്ട മത്സരം നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാജയപ്പെടുകയും ആയിഷ റളിയല്ലാഹു അൻഹ അതിൽ വിജയിക്കുകയും ചെയ്തു. ഫസകത അന്നി, ആയിഷ റളിയല്ലാഹു അൻഹ ഓരോന്നും വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒന്നും മിണ്ടിയില്ല. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അത്യാവശ്യം തടിയൊക്കെ വെച്ച് അങ്ങനെയുള്ള ഒരു സമയത്താണ് പിന്നീട് ഒരു യാത്ര, ഇതുപോലെ ഒരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖദ്ദമു എന്ന് പറഞ്ഞ് കൂടെയുള്ളവരെ മുന്നിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, തആലൈ ഹത്താ ഉസാബിഖകി, ആയിഷ വരൂ, നമുക്ക് ഓട്ടമത്സരം നടത്താം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫസാബഖ്തുഹു ഫസബഖനി. അങ്ങനെ നമ്മൾ ഓട്ടമത്സരം നടത്തി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിച്ചു, എന്നെ പരാജയപ്പെടുത്തി. ഫജഅല യദ്ഹകു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കഴിഞ്ഞപ്പോൾ, അവിടുന്ന് വിജയിച്ചപ്പോൾ ചിരിച്ചു. വഹുവ യഖൂൽ, എന്നിട്ട് അദ്ദേഹം അവിടുന്ന് പറഞ്ഞു, ഹാദിഹി ബിതിൽക്, ഇത് അന്നേത്തതിന് പകരമാണ്. സഹോദരങ്ങളെ, ഈ ഹദീസ് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായം 15 അല്ല, 20 or 25 അല്ല, 50 മേലെ വയസ്സുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. മാത്രമല്ല, അവിടുന്ന് പോകുന്നത് എവിടെയെങ്കിലും ഉല്ലാസയാത്ര പോകുന്നതല്ല, യുദ്ധത്തിന് അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് പോകുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയ അവസരം അവിടുത്തെ പ്രിയ പത്നിയോട് ഇതുപോലെ നല്ല രൂപത്തിൽ പെരുമാറാൻ മറന്നുപോയിട്ടില്ല.
സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കൂ, നമ്മൾ എത്ര ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ മസിലും പിടിച്ച് നടക്കുക എന്നതല്ല പുരുഷത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? എത്ര വലിയ ഉത്തരവാദിത്തമുണ്ട്. എന്തിനാണ് ഈ പോകുന്നത്? യുദ്ധത്തിന്, അതുപോലെയുള്ള ഗൗരവമേറിയ കാര്യത്തിനാണ്. അവിടെയും അവിടുത്തെ കുടുംബത്തിന്റെ കാര്യം മറക്കാതെ നല്ല രൂപത്തിൽ നോക്കൂ. ഒരിക്കൽ കഴിഞ്ഞ സംഭവം പിന്നീട് വീണ്ടും ആവർത്തിച്ചു, എന്നിട്ട് ഇത് അതിന് പകരമാണ് എന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്തു. എത്ര മനോഹരമായ ദാമ്പത്യം, എന്തൊരു സന്തുഷ്ട കുടുംബമാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ഭാര്യമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായമായിരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ വന്ന് നിങ്ങളെ ഭർത്താവിന്റെ സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ ആ പുസ്തകം പുറത്താർക്കും കാണിക്കാൻ പറ്റുകയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പല ആളുകളും പറയാറുള്ളത് നമുക്ക് ഇവിടെ സമയം. ഇപ്പൊ അതിനൊക്കെ സമയമുണ്ടോ? വയസ്സായില്ലേ? കച്ചവട തിരക്കല്ലേ? ഇതേ ആളുകൾ പുറത്തുനിന്ന് തമാശ പറയും, ചിരിച്ചവരുടെ മുഖം നിലത്ത് കുത്തും, ഉല്ലാസയാത്ര നടത്തും. അത് പ്രായപരിധിയില്ലാതെ പോകും, യാതൊരു പ്രയാസമുണ്ടാവുകയില്ല. വീട്ടിൽ കയറുമ്പോൾ ആള് മാറും, ഭാര്യയുടെ അടുത്തെത്തുമ്പോൾ എന്തോ ഒരു പുതിയ മനുഷ്യനായി. സംസാരം എന്തോ അവിടെ ഹറാമാണെന്ന പോലെയാണ്. സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വീട്ടിൽ കയറിയാൽ കയറിയത് മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ സാധനം വലത് കൈയിൽ ഭക്ഷണവും ഇടത്തെ കയ്യിൽ ഇതുണ്ടാവും. പിന്നെ നമ്മുടെ കൂട്ടുകാരും നമ്മുടെ ഭാര്യയും മക്കളും ഒക്കെ ഇതാണ്. സംസാരം ഉണ്ടാവുകയില്ല. അതെടുക്ക്, എന്നിട്ട് തിന്ന്, ഇതെടുക്ക്, എല്ലാം കഴിഞ്ഞ് വെള്ളം എടുക്ക്, ഇങ്ങനെ ഓരോ വാക്കുകൾ മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. അതെല്ലാം കഴിഞ്ഞ് കിടപ്പറയിലെത്തിയാൽ അവിടെയും ഇത് തന്നെയായിരിക്കും. അവസാനം ഇതിലായിക്കൊണ്ട് അങ്ങനെ കിടന്നുറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തഫ്സീറുകളിൽ നമുക്ക് കാണാം. അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ ധാരാളക്കണക്കിന് വിശദീകരണങ്ങൾ നമുക്ക് കാണാം. അവിടുന്ന് ഭാര്യമാരുമായി ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതുപോലെ ഒരിക്കൽ ഒരു മാംസത്തിന്റെ എല്ല് ആയിഷ റളിയല്ലാഹു അൻഹ കടിച്ചപ്പോൾ അത് വാങ്ങി അതേ സ്ഥലത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടിക്കുകയുണ്ടായി. നമുക്ക് കാണാൻ തന്നെ നേരമുണ്ടാവില്ല. മാത്രമല്ല അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് ഭാര്യമാരുമായി സംസാരിച്ച് അങ്ങനെയാണ് അവിടുന്ന് ഉറങ്ങാറുണ്ടായിരുന്നത്. നമ്മളോ ഇശാ കഴിഞ്ഞാൽ പള്ളിയുടെ മുറ്റത്തായിരിക്കും. പള്ളിയിലല്ലേ? വയനാട് പള്ളിയിൽ. വീട്ടിലോ? വീട്ടിൽ 12 മണി. ഭാര്യമാരും മക്കളും ഉറങ്ങിയാലാണ് നമ്മൾ വീട്ടിലെത്തുക. എന്നിട്ട് നേരെ കിടന്നുറങ്ങും. സഹോദരങ്ങളെ, എല്ലാ സുന്നത്തും അതിനെക്കുറിച്ച് പറയുന്ന ആളുകൾ പലപ്പോഴും രണ്ടാം വിവാഹം വലിയ സുന്നത്തായി പറയാറുണ്ട്. ആദ്യത്തെ വിവാഹത്തിന്റെ കാര്യത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചു? ആദ്യത്തെ ഭാര്യയോട് നമ്മൾ എത്ര കണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തു? ഭാര്യന്റെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല, ഉള്ളത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചോ എന്ന് നമ്മൾ പരിശോധിക്കുക. എന്തിനാണ് അടുത്തതിനെ കുറിച്ച് ആലോചിക്കേണ്ടത്? അതല്ലെങ്കിൽ ഇതിനും അതിനൊക്കെ കുറ്റം കിട്ടും. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് അല്ലാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ജീവിതം നയിച്ചാൽ എന്തായിരിക്കും ആ വീട്, എന്തായിരിക്കും ആ ഭാര്യയും മക്കളും? എത്ര സന്തോഷകരമായിരിക്കും! കേൾക്കുമ്പോൾ തന്നെ കുളിര് കോരുകയാണ്. പക്ഷെ നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ തല പെരുക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ വീണ്ടും വിചാരം നടത്തുക? നമുക്ക് സമയമുണ്ടോ? ചിന്തിക്കുക. എത്ര സമയം നമ്മൾ ഭാര്യമാരുമായി കൂടിയിരിക്കുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം എത്ര വലുതാണ്! നമ്മെ പോലെ 2 കടയും കുറച്ചാളുകളും 4-5 ജോലിക്കാരും മാത്രമല്ല, വലിയ ഉത്തരവാദിത്തമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായത്. എന്നിട്ടും അവിടുന്ന് ഭാര്യമാരെ മറന്നില്ല, മക്കളെ മറന്നില്ല. അതിനിടയിൽ എത്ര പീഡനങ്ങൾ, പ്രയാസങ്ങൾ, യുദ്ധങ്ങൾ, അതുപോലെയുള്ള കാര്യങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരെ മറന്നില്ല. നമ്മളൊരു ചെറിയ ജോലി തിരക്കുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ശബ്ദം മാത്രമേ കേൾക്കുള്ളൂ. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് പോ. ചിലപ്പോ ഫോൺ വിളിച്ചാലോ ബാക്കി ആര് വിളിച്ചാലും നമ്മൾ എടുക്കും. കുറെ നേരം വർത്താനം പറയും. ഭാര്യ ആണെങ്കിലോ ആദ്യം വിളിച്ചെടുക്കൂല, പെണ്ണുങ്ങളാണ്. രണ്ടാമത് വിളിച്ചാലും എടുക്കൂല, പിന്നെ എടുത്ത് ഞാൻ ഭയങ്കര തിരക്കില്ല, ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. എത്ര അനുഭവങ്ങൾ സഹോദരങ്ങളെ.
പലപ്പോഴും നമ്മൾ കാണാറുള്ളതാണ്. ഇത് ആരെയും ആക്ഷേപിക്കാൻ പറയുന്നതല്ല. മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരിക്കെ മരണപ്പെട്ട വ്യക്തിയാണ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം വലിയ ഉത്തരവാദിത്തങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. എന്നാലും അദ്ദേഹം ഭാര്യക്കും മക്കൾക്കും പ്രത്യേകം ദിവസം നിശ്ചയിച്ചു കൊടുത്ത് അവരോടൊപ്പം ഇരിക്കാറുണ്ടായിരുന്നു. രോഗാവസ്ഥയിൽ പോലും അദ്ദേഹം ഫത്വകളും അതുപോലെയുള്ള അദ്ദേഹത്തിന്റെ ജോലിയും ഒഴിവാക്കിയില്ല എന്ന് കാണാം. അതിനെല്ലാം ഇടയിൽ മക്കളുടെ ഭാര്യയുടെ കാര്യം അദ്ദേഹം മറന്നുപോയിട്ടില്ല. അടുത്ത കാലത്ത് ജീവിച്ചു മരണപ്പെട്ടു പോയ ഒരു മഹാനായ വ്യക്തിത്വമാണ് അദ്ദേഹം. ഒരിക്കൽ മനോഹരമായ ഒരു സംഭവം നമുക്ക് കാണാം. അദ്ദേഹം സുബഹി കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു യുവാവ് വിളിച്ചു, ഷെയ്ഖെ, ഞാൻ എന്റെ ഭാര്യയെ തലാഖ് ചെയ്തിരിക്കുന്നു. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഈ സംഭവത്തിന് ദൃസാക്ഷിയാണ്. അദ്ദേഹം പറഞ്ഞു, ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഇത് കേട്ടപ്പോൾ ആ വ്യക്തിയോട്, ആ യുവാവിനോട് പറഞ്ഞു, യാ ബുനൈ, മോനെ, അദ്ദുനിയ മാ ഫീഹാ ഹൂറു ഐൻ, മോനെ, ദുനിയാവിൽ ഹൂറുൽ ഐൻ ഇല്ല, സ്വർഗീയ സ്ത്രീകളല്ല ദുനിയാവിലുള്ളത്, പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തു എന്ന് കാണാം. സഹോദരങ്ങളെ, പരസ്പരം നമ്മൾ സ്വഭാവം ശരിയാക്കാൻ ശ്രദ്ധിക്കണം. സ്ത്രീയായാലും പുരുഷനായാലും ഭാര്യയായാലും ഭർത്താവായാലും. ഭാര്യയോട് ചോദിച്ചാൽ നമ്മളെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഉണ്ടാവും. തിരിച്ചാണെങ്കിലോ അതിനേക്കാൾ ഉണ്ടാകും. അങ്ങനെയില്ല ഇങ്ങനെയില്ല. പരസ്പരം സംസാരിച്ച് നമ്മുടെ വീടുകളിൽ അത് ശരിയാക്കി അങ്ങനെ മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കണം. സുന്നത്തിന്റെ ആളുകളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം നമ്മൾ പഠിക്കണം. ആ കാര്യത്തിൽ മാത്രം, ആ പരീക്ഷയിൽ മാത്രം നമ്മൾ തോറ്റുപോകാൻ പാടില്ല. അതിലായിരിക്കണം നമുക്ക് നല്ല മാർക്ക് വേണ്ടത്. എന്നാലേ ആദ്യം പറഞ്ഞത് ശരിയാവുകയുള്ളൂ. നല്ല സ്വഭാവമില്ല എങ്കിൽ നമ്മളൊരു ദീനിന്റെ ഒരു കാര്യവുമായി വീട്ടിലെത്തിയാൽ ആദ്യം നിങ്ങൾ നന്നാകും എന്ന് പറയും. നേരെ മറിച്ച് നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിൽ, നല്ല രൂപത്തിലാണ് അവരോട് പെരുമാറുന്നത് എങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ നന്മയുമായി വീട്ടിലെത്തിയാൽ ഇരു കൈകളും നീട്ടി നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മെ സ്വീകരിക്കും. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇന്നി ല ഉഹിബ്ബു അൻ അതസയ്യന ലിൽ മർഅതി കമാ ഉഹിബ്ബു അൻ തതസയ്യന ലി അൽ മർഅ. എന്റെ ഭാര്യ എനിക്ക് വേണ്ടി ഭംഗിയാവാൻ, അലങ്കാരം സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അവൾക്ക് വേണ്ടി ഭംഗിയാവാൻ, ഭംഗി സ്വീകരിക്കാൻ ഞാനും ഇഷ്ടപ്പെടുന്നു. പലപ്പോഴും സ്ത്രീകൾ വീട്ടിൽ മുഷിഞ്ഞ വസ്ത്രവുമായി നടക്കും, പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും പുതിയതിട്ട് നടക്കും. അത് നമ്മുടെ ഭാര്യമാർ ശ്രദ്ധിക്കണം. നല്ല രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ, അതുപോലെ തിരിച്ചും ഭാര്യയെ സന്തോഷിപ്പിക്കാൻ നമ്മൾ മറന്നു പോവരുത്. അതുകൊണ്ട് സഹോദരങ്ങളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് നല്ല വാക്കുകൾ പറയാൻ നമ്മൾ ശ്രമിക്കുക. മോശമായ വാക്കുകൾ, അതുപോലെയുള്ള തോന്നിവാസങ്ങൾ അവരോട് പറയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിലുള്ള അധ്യാപനം നമ്മൾ ഗൗരവത്തിൽ പഠിച്ചെടുക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം, നമ്മുടെ ദാമ്പത്യം അത് ഏറ്റവും നല്ല രൂപത്തിലാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ലക്ഷ്യം അത് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നല്ല സ്വാലിഹത്തായ ഒരു വീണ, അതിലൂടെ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ, പരസ്പരം പരലോകത്തിന്റെ കാര്യത്തിനു വേണ്ടി സഹായിക്കുന്ന ദമ്പതികൾ, അങ്ങനെ ഇഹലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കയറാനുള്ള അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഇണകളെ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ദുനിയാവിൽ ആനന്ദമാണ്, സന്തോഷമാണ്, കൺകുളിർമയാണ്. അതുപോലെ പരലോകത്തും ഉണ്ടായിരിക്കണം. ദുനിയാവിന്റെ അളവുകോൽ കൊണ്ട് അളന്ന് അതല്ല ഞാൻ ഉദ്ദേശിച്ച ദാമ്പത്യം എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ത്വലാഖുകൾ വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതം, നമ്മുടെ ദാമ്പത്യം എന്തിനു വേണ്ടിയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായിരിക്കുക. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ ഒരു വീട്ടിൽ നിയന്ത്രണാധികാരം അത് പുരുഷനാണ്. അത് ഭാര്യമാർ വകവെച്ചു കൊടുക്കണം. അത് പുതിയാപ്പിളായി വന്ന് കയറിയാലും ശരി, തന്റെ സ്വത്തുകൊണ്ട് വീടെടുത്ത ഭർത്താവായാലും ശരി,
താൻ ഒരുപാട് നൽകിയാലും ശരി, നിയന്ത്രണാധികാരം പുരുഷനാണ്. അത് അവർക്ക് വകവെച്ചു കൊടുക്കണം. അതിനർത്ഥം എന്തല്ല, അവരോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല, അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നല്ല. മറിച്ച് നിയന്ത്രണാധികാരം അത് പുരുഷന് തന്നെയായിരിക്കണം. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹു റബ്ബുൽ ആലമീൻ പരസ്പരം ചിലർക്ക് ചിലരേക്കാൾ ഫضൽ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതുപോലെ പുരുഷന്മാരാണ് ചിലവ് നടത്തുന്നത്, ചിലവ് ചെയ്യുന്നത് അവരുടെ സമ്പത്ത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് മേൽ പുരുഷന്മാർക്കാണ് നിയന്ത്രണാധികാരം. അത് വകവെച്ചു കൊടുക്കണം, അത് വകവെച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആധുനികരായ വളർന്നു വരുന്ന യുവതികൾക്ക്, പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ പഴയ ആളുകൾ ഇത്രയും കാലം ഇങ്ങനെയാണ്, ഇനി ഏതായാലും അങ്ങനെ പോട്ടെ എന്നല്ല. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഈഗോ അത് പോവില്ല, അങ്ങനാവരുത്. അത് തിരുത്തണം. മേൽ പറഞ്ഞ വിഷയങ്ങളിൽ അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ ശരിയാക്കണം. തൗഹീദിന് മുമ്പ് ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നല്ലോ. ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് മാറി, അതിനൊന്നും നമുക്ക് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ലല്ലോ. എന്നതുപോലെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ നമുക്ക് എന്താണ് തടസ്സം? അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നിട്ട് അള്ളാഹു ഇത് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പൊതുവെ ഒരു പ്രയാസം ഉണ്ടാവും. എന്താ, മുപ്പര് മാത്രം? അള്ളാഹു അടുത്തത് പറയുന്നു, ഫസ്സാലിഹാതു, സ്ത്രീകളെ നിങ്ങളോടാണ്, ഭാര്യമാരോടാണ്. നല്ല പെണ്ണുങ്ങൾ, നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഖാനിതാതുൻ, അള്ളാഹുവിനനുസരിച്ച് ഇബാദത്ത് ചെയ്യുന്ന അങ്ങനെയുള്ള സ്ത്രീകളാണ് സാലിഹത്തായ സ്ത്രീകൾ. ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവിന്റെ അഭാവത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും തങ്ങളുടെ ശരീരവും ഭർത്താവിന്റെ സമ്പത്തും സംരക്ഷിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ളവരാണ് നല്ല സ്ത്രീകൾ. എന്നിട്ട് അള്ളാഹു റബ്ബുൽ ആലമീൻ ചില വിധിവിലക്കുകൾ, ചില കാര്യങ്ങൾ അതിന്റെ കൂടെ പറയുന്നു. അവസാനമായി അള്ളാഹു പറഞ്ഞു, ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ സൂറത്തു നിസായിലെ 34-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ കാന അലിയൻ കബീറ, തീർച്ചയായും അള്ളാഹു റബ്ബുൽ ആലമീൻ അത്യുന്നതനാണ്, ഏറ്റവും വലിയവനാണ്. തഫ്സീറുകളിൽ നമുക്ക് കാണാം, ആദ്യം പറഞ്ഞ നിയന്ത്രണാധികാരമുള്ള പുരുഷന്മാരോടും അതുപോലെ സാലിഹീങ്ങളായ സാലിഹത്തായ ഭാര്യമാരോടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുകയാണ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇത് പുരുഷന്മാർക്കുള്ള താക്കീതാണ്. അന്യായമായി, അതിക്രമമായി ഭാര്യമാരെ ഉപദ്രവിച്ചാൽ, അവരെ തല്ലിയാൽ, അതുപോലെയുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ടാക്കിയാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഉണ്ട് അവർക്ക് സഹായിയായിക്കൊണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ ഭയക്കേണ്ടതുണ്ട് അത്തരം ഭർത്താക്കന്മാർ എന്ന ഓർമ്മപ്പെടുത്തലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, നിയന്ത്രണാധികാരം കൈകാര്യം പുരുഷന്മാർക്കായിരിക്കണമെങ്കിലും അനീതി, അതിക്രമം വന്നുപോവാൻ പാടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭാര്യമാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക, അവരുമായി കൂടിയാലോചിക്കുക എന്നതെല്ലാം നല്ല ഒരു കാര്യത്തിൽ പെട്ടതാണ്. അത് വിസ്മരിച്ച് പോവരുത്. ഈ ആയത്ത് പാരായണം ചെയ്തു തന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് നേരത്തെ നമ്മൾ കേട്ട ജീവിതം നയിച്ചത്. അഞ്ചാമതായി സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദീനിന്റെ കാര്യത്തിലല്ല, ദുനിയാവിന്റെ കാര്യത്തിൽ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട്. ദുനിയാവിന്റെ കാര്യത്തിൽ തിടുക്കം കൂട്ടരുത്. ഇപ്പൊ വിവാഹം കഴിഞ്ഞ പാടെയാണെങ്കിൽ കുറച്ച് സമയമെടുക്കും നമ്മുടെ ഒരു കാര്യത്തിലേക്ക്, നമ്മുടെ ഒരു രുചിയിലേക്ക് കാര്യങ്ങൾ എത്താൻ ഒരൽപ്പം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ വേഗത്തിൽ തീരുമാനമെടുക്കരുത്, വേഗത്തിൽ പൊട്ടിച്ചു കളയരുത്, വേഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കരുത്. മറിച്ച് ഭൗതികമായ കാരണങ്ങളാണെങ്കിൽ അത് സ്വത്തിന്റെ പേരിലായാലും സമ്പത്തിന്റെ പേരിലായാലും പറഞ്ഞ സ്വർണത്തിന്റെ പേരിലായാലും എന്തുമാവട്ടെ, നിസാരമായ ഭക്ഷണത്തിന്റെ പേരിലൊക്കെയാണ് പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് അത്തരം ഭൗതികമായ ദുനിയാവിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ രണ്ടുപേരും തയ്യാറാവേണ്ടതുണ്ട്. പരസ്പരം നന്മകൾ അത് കാണാൻ ശ്രമിക്കുക. ന്യൂനതകൾ, തെറ്റുകൾ അത് മാത്രം നോക്കി നടന്ന് പിന്നാലെ കൂടിയാൽ സന്തുഷ്ട കുടുംബം
അത് യാഥാർത്ഥ്യമാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഫ്റഖ് മുഅ്മിനുൻ മുഅ്മിന, മുഅ്മിനായ ഒരാൾ മുഅ്മിനത്തായ ഒരു പെണ്ണ് ഒരു സ്ത്രീയോട് ഭാര്യയോട് വെറുപ്പ് വെച്ചു പുലർത്തരുത്, അവളോട് ദേഷ്യപ്പെടരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവളുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാക്കുന്ന മറ്റു സ്വഭാവ ഗുണങ്ങൾ അവൾക്കുണ്ടാകും. ഒരു കാര്യം മാത്രം പിടിക്കാതെ എന്തെങ്കിലും ഒരു അനിഷ്ടകരമായ ഒരു കാര്യമുണ്ടായാൽ അപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്ന, അപ്പോൾ തന്നെ അകറ്റി നിർത്തുന്ന, ദേഷ്യം പിടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. മറിച്ച് നല്ല ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്തിട്ടുണ്ടാകും, അത് നമ്മൾ ചിന്തിക്കുക. പ്രത്യേകിച്ച് സഹോദരങ്ങളെ, ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഉപ്പ് കുറഞ്ഞു പോയാൽ, ഉപ്പ് കുറഞ്ഞാൽ അടുത്ത വാക്ക് ഉപ്പയായിരിക്കും. അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാവരുത്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുപോലെ ഭാര്യയുടെ വീട്ടിൽ പോയാൽ ഭക്ഷണം അതല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ, ഒരു പരിഗണന കുറഞ്ഞു പോയാൽ അതിന്റെ പേരിൽ തർക്കിക്കുന്നവരുണ്ട്. പറഞ്ഞ സ്വർണം ഇത്ര മാസമായല്ലോ കിട്ടിയില്ലല്ലോ, സഹോദരങ്ങളെ സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടിയില്ലേ, അൽഹംദുലില്ലാ എന്ന് പറയുക. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നന്മകൾ കാണാൻ ശ്രദ്ധിക്കുക. എങ്കിൽ നല്ല ഒരു കുടുംബം, നല്ല ഒരു ദാമ്പത്യം നമുക്കുണ്ടാകും. ഇത് നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ പിന്നെ ഇതിനെ തർക്കിക്കാനേ നേരമുണ്ടാവുകയുള്ളൂ. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ നന്മ ഉദ്ദേശിക്കുക, നന്നാവണമെന്ന് ഉദ്ദേശിക്കുക. നല്ല സ്ത്രീയുടെ ലക്ഷണമാണ് ഭർത്താവ് ദേഷ്യപ്പെട്ടാൽ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് അത് വേഗം ശരിയാക്കാൻ, ഭർത്താവിനെ നന്നാക്കാൻ ശ്രമിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച കാര്യമാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭാര്യക്കും ഭർത്താവിനും ഈ പറഞ്ഞ വിഷയത്തിൽ വലിയ പങ്കുണ്ട്. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, അൽ ഖനാഅ. പണ്ഡിതന്മാർ പറഞ്ഞു, ഉള്ളതിൽ തൃപ്തിയടയാൻ പ്രത്യേകിച്ച് ഭാര്യ തയ്യാറാവുക. ഉള്ളതിൽ ഭർത്താവിന്റെ സാമ്പത്തികത്തിന്, ഭർത്താവിന്റെ സാഹചര്യങ്ങൾക്ക് യോജിച്ച് അനുയോജ്യമായി ജീവിക്കാൻ ഒരു പെണ്ണ് തയ്യാറാവുക. അപ്പുറത്തെ പാത്തുമാന്റതും ഇപ്പുറത്തെ ആമിനാന്റതും കണ്ട് ഭർത്താവിനെ പ്രയാസപ്പെടുത്താൻ നിൽക്കരുത്. അവരങ്ങനെ വീടെടുത്തില്ലേ, അവരിങ്ങനെ കാറ് വാങ്ങിയില്ലേ എന്ന് പറഞ്ഞ് ഉള്ളതിൽ തൃപ്തി കാണിക്കാത്ത ഒരവസ്ഥ സഹോദരങ്ങളെ, സഹോദരിമാരെ ഉണ്ടാവരുത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലെത്തിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവളുടെ ഡ്രസ്സും ഓളെ നീളമുള്ള ചൈനും മാലയും അവര് വന്നിറങ്ങിയ കാറും ഇതൊക്കെ നോക്കി നമ്മുടെ ഭർത്താവിലേക്ക് ഒരു നോട്ടം നോക്കും. അങ്ങനെയല്ല, മറിച്ച് അള്ളാഹു നൽകിയതിൽ അതിൽ തൃപ്തിയടയാൻ നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ചുറ്റും ധാരാളം കാഴ്ചകൾ നമുക്ക് കാണാം. വർഷങ്ങളോളം ഗൾഫിൽ അധ്വാനിച്ച്, എന്നാൽ ഇതുപോലെയുള്ള ഭാര്യമാരുടെ സ്വഭാവത്തിന് വഴങ്ങി ലോണിൽ മുങ്ങി, ഹറാമിന്റെ പലിശയിൽ മുങ്ങി ജീവിതം നശിപ്പിക്കുന്ന എത്ര ആളുകളുണ്ട്. തീരെ സൗകര്യമില്ലെങ്കിൽ അവസാനം പോയി ലോൺ എടുക്കും, ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ എടുക്കും, അവിടുന്ന് എടുക്കും, ഇവിടുന്ന് എടുക്കും, കാറ് വാങ്ങും, വീടുണ്ടാക്കും. ഹറാമിലാണ്. ഹറാമിന്റെ പണം, ഹറാമിന്റെ സമ്പത്ത്, തിന്നുന്നതും ഉടുക്കുന്നതും കിടക്കുന്നതും എല്ലാം ഹറാമിലായാൽ സഹോദരങ്ങളെ, എങ്ങനെയാണ് നല്ലൊരു ദാമ്പത്യം ഉണ്ടാവുക? എങ്ങനെയാണ് നല്ലൊരു ജീവിതം ഉണ്ടാവുക? അതുകൊണ്ട് ഭാര്യമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇനി പലിശക്കെടുത്തില്ലെങ്കിലും അവിടുന്ന് ഇവിടുന്ന് കടം വാങ്ങും, എന്നിട്ട് ഈ സാധു കഷ്ടപ്പെടും. അതിനാക്കരുത്. ഭർത്താവിന്റെ സാമ്പത്തികത്തിന് അനുയോജ്യമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കണം. വെറുതെ ഇരുന്ന് സമയം കളയരുത്. നല്ല ജോലിക്ക് പോവുക, നല്ല ജോലി കണ്ടെത്തി അധ്വാനിക്കാൻ തയ്യാറാവുക. എന്നിട്ട് അവർക്കുള്ള ബാധ്യതകൾ വആശിറൂഹുന്ന ബിൽ മഅറൂഫ് എന്നതിൽ അവരോട് നന്മ, നല്ലത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പൊതുവെ നാട്ടിൽ ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് നൽകുന്ന കാര്യങ്ങളെല്ലാം നൽകിയിരിക്കണം. അതിലെല്ലാം വീഴ്ച വരുത്തി എന്നിട്ട് ഭാര്യ പറഞ്ഞെടുത്ത് നിൽക്കുന്നില്ല എന്ന് പറയരുത്. കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുക്കണം, നല്ല രൂപത്തിൽ അവർക്ക് കൊടുക്കണം. ഒരു പണിക്കും പോവാതെ ഇങ്ങനെ നടന്നാൽ അതും പറ്റുകയില്ല. അതുകൊണ്ട് രണ്ടു കൂട്ടരും, ഭാര്യയും ഭർത്താവും, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ സ്ത്രീകളാണ് എല്ലാ ദിവസവും തലയണ മന്ത്രം ഉണ്ടാവും. ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇതിങ്ങനെ പറയുക. അത് ആ കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല, പൊതുവായ നിയമമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക.
വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങൾക്ക് മുകളിലുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കരുത്. വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ കാണാൻ, അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അതാണ്. നമ്മേക്കാൾ താഴെ നോക്കുക. 3 ലക്ഷം രൂപയുടെ ഒരു കാറുള്ള ഒരാൾ 10 ലക്ഷം രൂപയുടെ കാറുള്ള ഒരാളെ നോക്കിയാൽ ഈ കാർ ഒന്നിനും കൊള്ളൂല. നേരെ മറിച്ച് അതിനേക്കാൾ താഴെ ഉള്ളത് നോക്കുക. ഇതൊന്നുമില്ലാത്ത ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെ നോക്കുക, നടന്നു പോകുന്ന ആളുകളെ നോക്കുക. എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ സമാധാനം ഉണ്ടാവും. എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും ഈ ഒരു പൊതു തത്വം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ സഹോദരങ്ങളെ, നല്ല ദാമ്പത്യം അത് നമുക്ക് പ്രതീക്ഷിക്കാം. 7ാമത്തെ കാര്യം അദ്ദുആ. ഇതിനെല്ലാം പുറമെ പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന കാര്യമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അള്ളാഹുവിന്റെ നല്ലവരായ അടിമകളുടെ വിശേഷണങ്ങളിൽ എണ്ണിപ്പറഞ്ഞു, വല്ലദീന യഖൂലൂൻ, അവർ പറയും. ഇബാദുർ റഹ്മാൻ സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ സന്താനങ്ങളിലും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ. സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കുക. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇതല്ലാത്ത വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയപരിധി കൊണ്ട് ചുരുക്കിയെന്ന് മാത്രം. ഭാര്യമാരും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അതിന്റെ എല്ലാം പ്രധാനപ്പെട്ട ചില വശങ്ങൾ ഓർമ്മപ്പെടുത്തിയെന്നു മാത്രം. അള്ളാഹുവിനോട് ദുആ ചെയ്യുക, കൺകുളിർമ നൽകാൻ നമ്മുടെ ഭാര്യമാരിൽ, നമ്മുടെ മക്കളിൽ, അതുപോലെ തന്നെ മുത്തഖീങ്ങൾക്ക്, തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവേ നീ ഞങ്ങളെ മാതൃകായോഗ്യരാക്കണേ, ഇമാമിങ്ങളാക്കണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുക. പ്രാർത്ഥന നമ്മൾ മറക്കരുത്. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന്റെ നല്ലവരായ അടിമകൾ, അവരുടെ ലക്ഷണമാണിത്, അവരുടെ അടയാളമാണിത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 7 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം അവസാനിപ്പിക്കുമ്പോൾ എന്നോടെന്നതുപോലെ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. ദീൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാം, അത് മുറുകെ പിടിച്ച് നമ്മുടെ ജീവിതം നയിക്കാൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ കാര്യത്തിൽ സഹായിക്കാൻ നമ്മൾ തയ്യാറാവുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി അവിടുന്ന് നടത്തിയതായി നമുക്ക് കാണാം. അവിടുന്ന് പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ, അള്ളാഹു ഒരു പുരുഷന്, ഒരു ഭർത്താവിന് കാരുണ്യം ചെയ്യട്ടെ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, റഹിമഹുല്ലാഹ്, ഒരു ഭർത്താവിന് വേണ്ടി. ഖാമ മിനൽ ലൈൽ, എങ്ങനെയുള്ള ഭർത്താവാണത്? അയാൾ രാത്രി എഴുന്നേറ്റു, ഫസല്ല, എന്നിട്ട് നിസ്കരിച്ചു. ثم أيقظ امرأته فصلت, എന്നിട്ട് അയാളുടെ ഭാര്യയെ വിളിച്ചുണർത്തി, അവളും നിസ്കരിച്ചു. فإن أبت, ഇനി അവൾ എഴുന്നേൽക്കാൻ വിസമ്മതിച്ചു. نضح في وجهها الماء, അവളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ സഹായിക്കുന്ന ഒരു ഭർത്താവിന് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ, കാരുണ്യം ചെയ്യട്ടെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. നേരെ തിരിച്ചു, വറഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിന്, ഒരു ഭാര്യയ്ക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. ഖാമത് മിനൽ ലൈലി ഫസല്ലത്, അവൾ രാത്രി എഴുന്നേറ്റു, നിസ്കരിച്ചു. ثم أيقظت زوجها فصلى, ഭർത്താവിനെ വിളിച്ചു, അയാളും നിസ്കരിച്ചു. فإن أبى, അയാളിനെ വിസമ്മതിച്ചു, എഴുന്നേൽക്കുന്നില്ല. نضحت في وجهه الماء, അയാളുടെ മുഖത്തേക്ക് വെള്ളം കുടഞ്ഞു. എന്നിട്ട് അയാളെ വിളിച്ചുണർത്തി. നിങ്ങൾ സുന്നത്തായ മുഅക്കദായ ഒരു സുന്നത്താണിത്, രാത്രി നിസ്കാരം എന്നത്. അതിനുവേണ്ടി പരസ്പരം സഹായിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹു അവർക്ക് കാരുണ്യം ചെയ്യട്ടെ. ഇതല്ലാത്ത നിർബന്ധ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഭാര്യയുടെയും ഭർത്താവിന്റെ അവസ്ഥ എന്തായിരിക്കും? എത്ര മഹത്തരമായ കാര്യമാണത്. സഹോദരങ്ങളെ, ഈ കാര്യം നമ്മൾ ശീലമാക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് രാത്രി എഴുന്നേറ്റ് വിളിച്ചാൽ ആദ്യം ചൂടാവും, വെള്ളം കൂടി കുറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ഭക്ഷണമില്ല. അങ്ങനെ ആവരുത്. കേൾക്കുന്ന ഭാര്യമാർ ശ്രദ്ധിക്കുക. തിരിച്ചാണെങ്കിലും നമുക്കിതൊന്നും ബാധകല്ല എന്ന് പറഞ്ഞ് കിടന്നുറങ്ങരുത്. രാത്രി എഴുന്നേൽക്കണം, ഒരൽപ്പം നിസ്കരിക്കണം എന്ന ചിന്തയോടുകൂടി കിടന്നുറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. പുരുഷനായാലും ഭാര്യയായാലും ഭർത്താവായാലും
നമ്മൾ ഓരോരുത്തരും അങ്ങനെ നിയത്താക്കി കിടക്കുക. എന്നിട്ട് നമ്മുടെ ഭാര്യമാരെ വിളിക്കുക, തിരിച്ചു ഭർത്താവിനെ വിളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അത് ലഭിക്കാൻ കാരണമാകും. അതുപോലെ സ്ത്രീകളോട്, സഹോദരിമാരോട് പ്രത്യേകം ഉണർത്തട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിശേഷണങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. വല്ലതി തസുറുഹു ഇദാ നദർ, നല്ല പെണ്ണ്, നല്ല സ്ത്രീ, നല്ല ഭാര്യ ആരാണ് എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഭർത്താവ് നോക്കിയാൽ അയാളെ സന്തോഷിപ്പിക്കും. വതുതീഉഹു ഇദാ അമർ, അയാൾ കൽപ്പിച്ചാൽ അനുസരിക്കും. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വമാലിഹാ ബിമാ യക്റഹു, അവരുടെ സ്വന്തം കാര്യത്തിലാവട്ടെ, സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിലാവട്ടെ, ഭർത്താവിന്റെ സമ്പത്തിന്റെ കാര്യത്തിലാവട്ടെ അയാളെ ധിക്കരിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു ഭാര്യമാരാവാൻ സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അല്ലാഹു അല്ലാത്ത ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു, ലാ തുഅദ്ദിൽ മർഅതു ഹഖ്ഖ റബ്ബിഹാ ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, ഒരു പെണ്ണ് അള്ളാഹുവിനോടുള്ള ബാധ്യത അവൾ പൂർത്തീകരിക്കുകയില്ല, അവൾക്കതിന് സാധിക്കുകയില്ല ഭർത്താവിനോടുള്ള ബാധ്യത പൂർത്തീകരിക്കുന്നതുവരെ. ഭാര്യമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട താക്കീതാണ്. എത്രത്തോളം വലൗ സഅലഹാ നഫ്സഹാ, ഭർത്താവ് ഒരു ഭാര്യയോട് അവളുടെ ശരീരം ചോദിച്ചു, അഥവാ ലൈംഗിക ബന്ധത്തിന്, ശാരീരിക ബന്ധത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു, വഹിയ അലാ ഖതബിൻ ലം തംനഉഹു, അവൾ ഒരു ഒട്ടകത്തിന്റെ പുറത്താണെങ്കിലും ശരി അവൾ തടയാൻ പാടില്ല. ഭർത്താവ് ആവശ്യപ്പെട്ടാൽ, ഭർത്താവിന് താല്പര്യമുണ്ടാകുമ്പോൾ ഭർത്താവിന് അത് നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതോടൊപ്പം ഭാര്യമാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. വലാ തജിദു ഇംറഅതുൻ ഹലാവതൽ ഈമാൻ, ഒരു പെണ്ണ് ഈമാനിന്റെ മാധുര്യം അവൾക്ക് അനുഭവിക്കാൻ, നുകരാൻ സാധിക്കുകയില്ല ഹത്താ തുഅദ്ദി ഹഖ്ഖ സൗജിഹാ, അവളുടെ ഭർത്താവിന്റെ ഹക്ക്, ഭർത്താവിനോടുള്ള ബാധ്യത അത് നിറവേറ്റുന്നതുവരേക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ സ്ത്രീകളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സദഖ നൽകാൻ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ. കാരണം സ്ത്രീകളെ ധാരാളമായി അവിടുന്ന് നരകത്തിൽ കണ്ടിട്ടുണ്ട്. അതിന് പ്രധാനമായി പറഞ്ഞ കാരണം യക്ഫുർനൽ അശീർ, ഭർത്താവിനോടുള്ള ധിക്കാരമാണ്, അനുസരണക്കേടാണ്. ഭർത്താവ് എത്ര നന്മ ചെയ്താലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന അദ്ദഹർ ثم റഅത് മിൻക ശൈഅൻ, കാലം മുഴുവനും അവൾക്ക്, ഭാര്യക്ക് ഒരു ഭർത്താവ് നന്മ ചെയ്തു, എന്നിട്ട് എന്തെങ്കിലും ഒരു കുറവ് പറ്റിയാൽ ഖാലത്ത്, അവൾ പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിന്നിൽ ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ എന്താ മനുഷ്യ ഇത്രയും കാലം ചെയ്തത് എന്ന് ചോദിക്കും. ഒരുപാട് കാലം ഗൾഫിൽ അധ്വാനിച്ച് വയസ്സായി നരച്ച് എല്ല് ക്ഷയിച്ച് അങ്ങനെ നാട്ടിലെത്തിയാൽ എന്തെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഭാര്യമാരുണ്ട്. അതല്ലാത്ത ഒരുപാട് എന്തു തന്നെ നൽകിയാലും നിങ്ങൾ എന്താ മനുഷ്യ ഇത്രയും കാലമായിട്ട് നൽകിയത് എന്ന് ചോദിക്കുന്ന സ്ത്രീകളുണ്ട്. ഭാര്യമാർ അത്തരം ദുരവസ്ഥയിൽ എത്തരുത്. ഇത് ഭാര്യമാരോടാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. എന്നാൽ അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഭർത്താക്കന്മാർ നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം ശ്രദ്ധിക്കണം. ഇത്തഖുല്ലാഹ ഫിന്നിസ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനത്തില്ലാഹ്, തീർച്ചയായും ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സഹോദരങ്ങളെ, എല്ലാ ദിവസവും പിശാച് അവന്റെ പട്ടാളക്കാരെ, സൈനികരെ അയക്കും. ഓരോരുത്തരും ഓരോ ഫിത്നകൾ ഉണ്ടാക്കി എന്ന് വന്ന് പറഞ്ഞാലും അതൊന്നും പരിഗണിക്കാത്ത ഇബ്ലീസ് ഒരാൾ വന്ന് പറയും, മാ തറക്തുഹു ഹത്താ ഫറഖ്തു ബൈനഹു വബൈന ഇംറഅതിഹി, ഒരു ഭാര്യയും ഒരു ഭർത്താവിനെയും ഞാൻ തെറ്റിച്ചു എന്ന് പറയുമ്പോൾ പിശാച്, ഇബ്ലീസ് അവന്റെ സൈന്യത്തിലെ ആളെ അടുത്തേക്ക് വിളിക്കും. എന്നിട്ട് നിഅമ അൻത, നീയാണ് നല്ലവൻ, ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കും എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് നേരം പുലരുമ്പോൾ തന്നെ പ്രശ്നമുണ്ടാകുമ്പോൾ, കുഴപ്പമുണ്ടാകുമ്പോൾ, അതുപോലെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ഹദീസുകൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു രസകരമായ ഒരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരാൾ പറഞ്ഞു, എല്ലാ ദിവസവും വീട്ടിലേക്ക് പോയാൽ എപ്പോഴും പ്രശ്നമാണ്.
അങ്ങനെ ഒരു ആളെടുത്തെത്തി. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്താൽ മതി. ഭാര്യയോട് പറഞ്ഞു, ഭർത്താവ് വന്ന ഉടനെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക, പിന്നെ വായ തുറക്കരുത്. ഭർത്താവ് എന്തു പറഞ്ഞാലും നിങ്ങൾ പിന്നെ വായ തുറക്കരുത്. അങ്ങനെ കുറച്ചു കാലം അത് ചെയ്തപ്പോൾ ആ പ്രശ്നം തീർന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ 2 കൈ അടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂ. ഭർത്താവ് എന്ത് തന്നെ പറഞ്ഞാലും വായിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ ആ പ്രശ്നം തീർന്നു എന്ന് രസകരമായ ഒരു സംഭവം മുമ്പ് ഉസ്താദുമാരിൽ ഒരാൾ പറഞ്ഞു തന്നതാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം നന്നാക്കാൻ പരിശ്രമിക്കുക. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞ ദീൻ, രണ്ടാമത് പറഞ്ഞ ഖുലുഖ്, സൽസ്വഭാവം, അത് കൊണ്ട് നമ്മുടെ ജീവിതം അലങ്കരിക്കാൻ നമ്മൾ തയ്യാറാവുക. അതുപോലെയുള്ള കാര്യങ്ങൾ, അവസാനമായി പറഞ്ഞ പ്രാർത്ഥന, ദുആ, സ്ത്രീകളോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത്, ഇതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഭാര്യമാരിലും സന്താനങ്ങളിലും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. വിവാഹിതരാവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഏറ്റവും നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഷർറിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.